ഭൂമിയും വീടും ജപ്തി ചെയ്ത് ജനങ്ങളെ തെരുവിലേക്ക് തള്ളുന്ന നയം ഇനി സർക്കാരിനില്ല. കേരളത്തിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ജപ്തി വിരുദ്ധ ബിൽ കേരള സർക്കാർ പാസാക്കി. 1968 നിയമം ഭേദഗതി ചെയ്തുകൊണ്ടാണ് 2024 നികുതി വസൂലാക്കൽ ബില്ല് കേരള നിയമസഭ ഒറ്റക്കെട്ടായി പാസാക്കിയത്. കേരളത്തിലെ ഏതൊരു ബാങ്കിനും ധനകാര്യ സ്ഥാപനത്തിനും ഇതര വകുപ്പുകൾക്കും വീടും സ്ഥലവും കെട്ടിടവും വസ്തുവും ജപ്തി ചെയ്തുകൊണ്ട് ഒരു കുടുംബത്തെയും തെരുവിലേക്ക് തള്ളുന്ന പ്രവൃത്തി ഇനി മുതൽ ചെയ്യാൻ കഴിയില്ല. കേരളത്തിലെ സഹകരണ ബാങ്കുകൾ, ദേശസാൽകൃത ബാങ്കുകൾ, ഷെഡ്യൂൾഡ് ബാങ്കുകൾ, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ തുടങ്ങിയവയുടെ എല്ലാതരം ജപ്തി നടപടികളിലും കേരള സർക്കാരിന് ഇടപെടാൻ പൂർണ്ണ അധികാരം നൽകുന്ന ജപ്തി വിരുദ്ധ നിയമമാണ് നിയമസഭ പാസാക്കിയിരിക്കുന്നത്. 1968 87 സെക്ഷനുകൾ അടങ്ങിയ നിയമമാണ് കേരള നിയമസഭ ഭേദഗതി ചെയ്തത്. എല്ലാതരം ജപ്തി നടപടികളിലും ഇടപെടാനും സ്റ്റേ നൽകുവാനും മൊറട്ടോറിയം പ്രഖ്യാപിക്കുവാനും സർക്കാരിന് പുതിയ ജപ്തി വിരുദ്ധ ബില്ല് അധികാരവും അവകാശവും നൽകുന്നുണ്ട്. 25,000 രൂപ വരെ തഹസിൽദാർ, 1 ലക്ഷം രൂപ വരെ ജില്ലാ കളക്ടർ, 5 ലക്ഷം രൂപ വരെ റവന്യൂ വകുപ്പ് മന്ത്രി, 10 ലക്ഷം രൂപ വരെ ധനകാര്യ വകുപ്പ് മന്ത്രി, 20 ലക്ഷം രൂപ വരെ കേരള മുഖ്യമന്ത്രി, 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കേരള സർക്കാർ എന്നീ അധികാര കേന്ദ്രങ്ങൾക്ക് ജപ്തി നടപടികൾ തടയുവാനും ഗഡുക്കൾ നൽകി സാവകാശം അനുവദിച്ചു നൽകുവാനും ജപ്തി നടപടികൾ മൊറട്ടോറിയം പ്രഖ്യാപിക്കുവാനും സാധിക്കും. ജപ്തി ചെയ്ത വീട്, ഭൂമി, കെട്ടിടം, വസ്തു ഇനി മുതൽ ഉടമയ്ക്ക് വിൽക്കാം. ഉടമ മരിക്കുകയാണെങ്കിൽ അവകാശികൾക്ക് വിൽക്കാം. ജപ്തി വസ്തുവിന്റെ ഉടമയും വാങ്ങുന്ന ആളും നിശ്ചിത ഫോറത്തിൽ ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകണം. ഈ രീതിയിൽ നൽകുന്ന അപേക്ഷയിൽ ജപ്തി വസ്തു വിൽപ്പന രജിസ്ട്രേഷൻ ജില്ലാ കളക്ടർ ചെയ്ത് നൽകണം എന്നിവ ജപ്തി വിരുദ്ധ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. പലിശ കുറച്ചു നൽകണം. 12% വരുന്ന പലിശ 9%-നായി കുറച്ചു നൽകാൻ ബില്ല് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ജപ്തി ചെയ്ത വീട്, ഭൂമി, കെട്ടിടം, വസ്തു എന്നിവ ഉടമയ്ക്ക് തിരിച്ചെടുക്കാം. ജപ്തി ചെയ്യപ്പെട്ട വീട്, ഭൂമി, കെട്ടിടം, വസ്തു ഉടമയ്ക്ക് അവകാശികൾക്ക് തിരിച്ചെടുക്കാൻ ജപ്തി വിരുദ്ധ ബില്ല് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ജപ്തി വസ്തുവിന്റെ പണം ഗഡുക്കളായി നൽകിക്കൊണ്ട് വസ്തു തിരിച്ചെടുക്കാം. ജപ്തി വസ്തു 1 രൂപയ്ക്ക് സർക്കാരിന് ഏറ്റെടുത്ത് ഉടമയ്ക്ക് തിരിച്ചു നൽകാനും സാധിക്കും. ലേലത്തിൽ പോകാത്ത വീട്, ഭൂമി, കെട്ടിടം, വസ്തു തുടങ്ങിയവ 1 രൂപയ്ക്ക് പ്രതിഫലം നൽകി ജപ്തി വസ്തു സർക്കാരിന് ഏറ്റെടുക്കാൻ ജപ്തി വിരുദ്ധ ബില്ല് സർക്കാരിന് അധികാരം നൽകുന്നുണ്ട്. ഈ വിധം ഏറ്റെടുക്കുന്ന ജപ്തി വസ്തു ഉടമയ്ക്കോ ഉടമ മരിച്ചാൽ അവകാശികൾക്കോ സർക്കാർ 5 വർഷത്തിനുള്ളിൽ തിരിച്ചു നൽകണം. പണം ഗഡുക്കളായി നൽകാൻ സാവകാശം നൽകുകയും വേണം. 5 വർഷത്തിനുള്ളിൽ ഇത്തരം ജപ്തി വസ്തു ഉടമയ്ക്ക് അല്ലാതെ മറ്റൊരാൾക്കും സർക്കാർ കൈമാറ്റം ചെയ്യാൻ പാടില്ല. സർക്കാരിന്റെ പൊതു ആവശ്യങ്ങൾക്ക് ഈ വസ്തു ഏറ്റെടുക്കാനും പാടില്ല. ഒരു തരത്തിലുമുള്ള രൂപമാറ്റം വസ്തുവിൽ വരുത്താൻ ഒരിക്കലും പാടില്ലെന്നും ജപ്തി വിരുദ്ധ നിയമം കർശനമായി അനുശാസിക്കുന്നു.